അപ്പൊ ഗുരുക്കളെ, എനിക്ക് ആദ്യം തരുന്ന ദീക്ഷ സ്വദർശന സുദർശന മന്ത്രം എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. അന്നേരം ഗുരുക്കൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അത് സുദർശനമല്ല സ്വദർശനമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ? സെൽഫ് റിയലൈസിങ് മന്ത്രമാണെന്ന് പറഞ്ഞു. അതെ അതെ, സ്വദർശനമാണ്. സ്വദർശനം എന്ന് പറയുമ്പോൾ അവനവനെ തന്നെ കാണുന്ന അവസ്ഥയാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന പോലെ ഇരിക്കും. ആദ്യം നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് ഞാൻ ആരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സ്വദർശനമാകുന്നത്. സുദർശനം എന്ന് പറയുമ്പോൾ മനോഹരമായ അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദർശനം അല്ലെങ്കിൽ കാഴ്ച എന്നുള്ള അവസ്ഥ വരും. സ്വദർശനമാകുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കാണുന്നത് എങ്ങനെ, അതായത് ഞാൻ ആരാണ് എന്നുള്ളൊരു അവസ്ഥയാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യവും. ഇപ്പൊ സമൂഹത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പർപ്പസ് ആയിട്ട് സ്വദർശനം എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഈ ശിവശക്തി പ്രാണാധാര അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോവാമോ? പ്രപഞ്ചത്തില് രണ്ട് കാര്യമാണുള്ളത്. ഒന്ന് ശിവവും ജീവൻ, മറ്റൊന്ന് ആ ജീവന്റെ ശക്തി. അപ്പൊ അതിന് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നാണെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. ശിവനും പാർവതിയെന്നോ ശിവനും ശക്തിയെന്നോ ഒക്കെ ധരിക്കാം. അത് സ്പിരിച്വലായിട്ട് ചിന്തിക്കുമ്പോൾ ആത്മീയമായ അങ്ങേയറ്റത്തെ ഒരു ശക്തി വിശേഷത്തെ രണ്ടായിട്ട് തിരിച്ച് മെയിലും ഫീമെയിലുമായിട്ട് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു വകതിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും എല്ലാം ഒരുപോലെ മനസ്സിലാകുന്നത് കൊണ്ട് ആ തരത്തിൽ ആക്കിയതേ ഉള്ളൂ. അപ്പം ശിവശക്തി എന്ന് പറയുന്നത് ഒന്ന് ശക്തിയാണ്, ഒന്ന് അതായത് കോൺഷ്യസ് ആണ്. ശിവം എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ് ആണ്, ജീവനാണ്. അപ്പൊ അത് ബോധം വന്നതിന് ശേഷമാണ് പ്രവൃത്തിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഫലമില്ലാതെ പോകും. അപ്പൊ ശക്തി എന്ന് പറയുന്നത് അത് പ്രയോഗിക്കാനുള്ള എനർജിയാണ്. അപ്പൊ എനർജി ഒരു ഭാഗത്ത്, കോൺഷ്യസ്നെസ് ഒരു ഭാഗത്ത്. അപ്പൊ കോൺഷ്യസ്നെസ്സും എനർജിയും കൂടെ ചേർന്നാൽ മാത്രമേ വ്യക്തമായ ഒരു ബോധാവസ്ഥയിൽ കൂടി നമുക്കൊരു പ്രവർത്തനം ശക്തമായ രീതിയിൽ നടത്താൻ കഴിയും. അതുകൊണ്ടാണ് അത് ശിവശക്തി പ്രാണധാര എന്ന് പറയുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ശ്വാസോച്ഛ്വാസ പ്രക്രിയയാണ്. ആ പ്രാണൻ ഇല്ലെങ്കിൽ, ആ ശ്വാസോച്ഛ്വാസ പ്രക്രിയ ഇല്ലെങ്കിൽ ഒരു ജീവിക്കും നിലനിൽക്കാൻ സാധ്യമല്ല. അപ്പൊ ജീവന്റെ അടിസ്ഥാന തത്വം പ്രാണായാമമാണ്, അല്ലെങ്കിൽ പ്രാണപ്രക്രിയയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ശ്വാസം വലിക്കാതെ, ശ്വാസം എടുക്കാതെ, ശ്വാസം വിടാതെ ഒരു ജീവിക്കും നിലനിൽക്കാൻ സാധ്യമല്ല. അപ്പൊ അത് ആ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന അതിൻ്റെതായിട്ടുള്ള ആ മൂല്യവസ്തുവയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ജീവനാണ്, അല്ലെങ്കിൽ പ്രാണനാണ്. അത് തന്നെയാണ് നമ്മൾ ഓരോ ജീവിയും സ്വീകരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന തകരാറുകൾ ഓരോ ജീവിക്ക് രോഗങ്ങൾ ഉണ്ടാക്കുകയും മരണം തന്നെ ഫേസ് ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബോധാവസ്ഥയുള്ള അവസരമാണെങ്കിൽ തീർച്ചയായും ഓരോ ജീവി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശുദ്ധമായ പ്രാണനെ സ്വീകരിക്കുവാനും വിഷകരമായ പ്രാണനെ ഉപേക്ഷിക്കുവാനും ഒക്കെ തയ്യാറാകുകയും ജീവന്റെ നിലനിൽപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെ ഒരു ജീവിക്ക് കഴിയും. അപ്പൊ അതിൽ പ്രാണായാമത്തിന്റെ വളരെ ശക്തമായ ഒരു അവസ്ഥാവിശേഷവും. അപ്പോൾ ഈ മന്ത്രതന്ത്ര അഭ്യാസങ്ങൾ എത്രത്തോളം അങ്ങനൊരു ആ ഒരു ശുദ്ധബോധത്തിനെ എത്രത്തോളം അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? നമ്മൾ പുതിയതായിട്ട് ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, എവിടെ, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? മന്ത്രത്തിൽ തുടങ്ങി, തന്ത്രത്തിൽ വന്നു, അഭ്യാസത്തിൽ പോയി, അങ്ങനെയാണോ? അതോ മന്ത്ര, തന്ത്ര, യന്ത്ര, അങ്ങനെ മൂന്ന് അവസ്ഥയുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് ശബ്ദതരംഗങ്ങളാണ്, സൗണ്ട് വേവ്സ് ആണ്. ഇപ്പം ഒരു ഇടിവെട്ടുന്നത് ശബ്ദമാണെങ്കിലും അത് ഒരു സൗണ്ട് വേവ്സ് ആണ്, അതൊരു മന്ത്രമാണ്. ഒരു വ്യക്തി പറയുന്ന ഒരു അക്ഷരം മന്ത്രമാണ്. അത് നമ്മള് ആ അക്ഷരം ഇപ്പൊ ഉദാഹരണത്തിന് ഹരി മുതൽ നമ്മളെ പഠിച്ചു വരുന്നു, ആ സ്വരാക്ഷരങ്ങൾ പഠിക്കുന്നു. ഈ സ്വരാക്ഷരങ്ങൾ പഠിക്കുമ്പോഴൊന്നും ആ തരത്തിലല്ല നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കുന്നത്. ഒരാളുടെ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു ആ ഈ ഊ എന്നുള്ള രീതിയിലല്ല. അത് സൗകര്യം പോലെ ആ അക്ഷരങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥം വരുത്തക്കവണ്ണം
കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകത്തക്കവണ്ണം അത് ചില ക്രമങ്ങൾ വരുത്തി അതിന് ചില ഓർഡർ, വർക്കിംഗ് ഓർഡർ ഉണ്ടാക്കിയതിനു ശേഷമാണ് അത് നമ്മൾ പ്രയോഗിക്കുന്നത്. അതുപോലെ ശബ്ദ തരംഗങ്ങളെല്ലാം പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനും അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിന് പ്രത്യേക ചില, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില തരംഗങ്ങളെ അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ ഓർഡർ ആക്കിയതിനു ശേഷം മനസ്സിലാക്കിയാലേ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കും. അപ്പൊ സൗണ്ട് വേവ്സ് ആണ് ഈ അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം തന്നെ. അപ്പൊ അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അതെന്താണെന്ന് ആശയവിനിമയം നടത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രഹസ്യ സൂത്രങ്ങളും രഹസ്യമർമ്മങ്ങളും മെയ്തീണ്ട കാലവും ഒക്കെ ഗുരുക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ബേസ് ചെയ്ത് പോവാം. എനിക്കറിയാം അതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ആയിക്കോട്ടെ. ഓക്കെ. രഹസ്യ സൂത്രങ്ങളും രഹസ്യമർമ്മങ്ങളും. രഹസ്യ സൂത്രങ്ങൾ എന്ന് പറയുന്നത് മന്ത്രങ്ങൾ തന്നെയാണ്. മന്ത്രവും തന്ത്രവും യന്ത്രവും എല്ലാം പുരാതന കാലം മുതൽ ഗുരുക്കന്മാര് അല്ലെങ്കിൽ മുനികള്, മഹർഷിമാര്, ഋഷിമാരൊക്കെ സംഘടിപ്പിച്ചു വെച്ചുള്ള അവര് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം. അത് പിന്നീട് അത് ശിഷ്യന്മാര് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടൊന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനെല്ലാം ഒരു ഉദ്ദേശവും ലക്ഷ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ മന്ത്രം നല്ലോണം അങ്ങ് ജപിക്കും, നിന്റെ ബുദ്ധിമുട്ടെല്ലാം മാറുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടാറുണ്ട്. അത് ഏറെക്കുറെ അനുഭവസ്ഥമായിട്ട് മാറുകയും ചെയ്യുന്നു. ചിലർക്ക് മനോവിഷമമായിരിക്കും. അപ്പൊ അവരുടെ അവസ്ഥ എന്താണോ അത് മനസ്സിലാക്കി അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരു ഗുരുവിന്റെ ചുമതല ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ഒരാൾക്ക് മനോവിഷമാണ്, അപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യും എന്തുകൊണ്ടാണ് മനോവിഷമം, അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്, മനസ്സിൽ എന്താണ് ഈ തകരാറ് വന്നിരിക്കുന്നത്. അപ്പൊ ജീവിത സാഹചര്യങ്ങളോ ക്ലേശങ്ങളോ ചിലപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളും കുടുംബകലഹങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതെല്ലാം തുറന്ന് ഇങ്ങോട്ട് പറയുകയും അതിനൊരു പരിഹാരം അങ്ങോട്ട് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങള് നല്ല റിസൾട്ടായിട്ട് വരുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് ധാരാളം ദുഃഖകരമായ അവസ്ഥകൾ നിസ്സാരമായി പരിഹരിക്കാൻ ചിലപ്പോൾ ഒരു വാക്ക് മതിയാകും, ഒരു ഉപദേശം മതിയാകും. ആ തരത്തിലൊക്കെ അത് പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മന്ത്രതന്ത്രാദികൾ പണ്ട് കാലം മുതലേ യോഗികളോ മഹർഷിമാരോ ഒക്കെ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അവര് പൊതുവായി സ്വീകരിക്കാവുന്ന ചില സൂത്രങ്ങൾ എഴുതി വെക്കുകയും താളിയോലകളിലൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് വന്ന തലമുറകൾ പ്രയോഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു വരുന്നു. അതൊക്കെ പ്രയോജനകരമായ കാര്യങ്ങളാണെന്ന് എന്നെ പോലെയുള്ള ആളുകൾ അത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് പഠിക്കുന്നവർക്കും അറിയാം എത്രത്തോളം അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് അതിലെല്ലാം ഒരു പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒന്ന് വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു രീതിയാണ് അവരുടെ ജീവിതത്തിലെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒരു മന്ത്രം പറയുകയാണ്. ഓം നമോ ഭഗവതേ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ഠിച്ചന്ത ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമത് നാരായണോ ദേവത ഓം സ്വാഹ ബന്ധ. അപ്പൊ അത് പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള മന്ത്രമാണ്. അതേ സമയത്ത് ഭൂമിയെയും ആകാശത്തെയും സൗരയൂഥത്തിൽ തന്നെയും അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതിന് വളരെ ഗഹനമായ അർത്ഥമുണ്ട്, ദിക്കുകളുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിൽ തന്നെ എന്താണ് എന്ന് നമ്മുടെ മനസ്സിൽ ചുരുക്കി അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ ശക്തിവിശേഷങ്ങളെ അപ്പോഴുള്ള ശക്തിവിശേഷങ്ങളെ തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കുവാനും അവിടെ എന്ത് പ്രതിരോധമാണ് നമുക്ക് സ്വീകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ആ മന്ത്രത്തിൽ അതിനകത്ത് അധിഷ്ഠിതമായിട്ടുണ്ട്. അത് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തില് വിവിധ വികാരങ്ങൾ ഉണരുകയും ചില ആവശ്യമില്ലാത്ത തളരുകയൊക്കെ ചെയ്യും. അപ്പൊ അത് മന്ത്രത്തിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ട്. വെറും അക്ഷരങ്ങളായിട്ട് കണക്കാക്കി മന്ത്രത്തിന് വിലയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് മനസ്സിലാക്കിയവരും പഠിച്ചവരും പ്രയോഗിക്കുന്നവരും ജീവിതത്തിൽ പകർത്തുന്നവരും അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പ്രയോജനകരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മെയ്തീണ്ട കാലം ഗുരുക്കളെ. മെയ്തീണ്ട കാലം എന്ന് പറഞ്ഞാൽ തമിഴില്
നമ്മൾ കാണുന്ന അർത്ഥത്തിലുള്ള കാലം എന്ന് പറഞ്ഞാൽ മർമ്മം എന്നതിലെയാണ് അതിന്റെ അർത്ഥം. ഉം, കാരണം എന്ന് പറയുന്നത് മർമ്മം ഏറ്റു കഴിഞ്ഞാൽ കാലത്തിനാണ് വ്യത്യാസം ഉണ്ടാകുന്നത്, ജീവിതകാലത്തിന്. ജീവന്റെ നിലനിൽപ്പിന് അത് അപകടകരമാണ് മർമ്മമേറ്റാൽ. അതുകൊണ്ട് അതിന് ഉം, കാലം എന്ന് പറയുന്നു. അത് ഇത്ര സമയമെന്നുണ്ട്, ഓരോ മർമ്മവും ഏറ്റു കഴിഞ്ഞാൽ ഇത്ര നാഴിക അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ, ഇത്ര ദിവസം, ഉം, ഇത്ര മാസം ജീവിച്ചിരിക്കും എന്നൊക്കെയുള്ള കണക്കുകളുണ്ട്. അപ്പൊ അതൊരു കാലത്തിന്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കാലം എന്നുള്ള വാക്ക് വന്നു. ആ കാലം ഉം, എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് മർമ്മം തന്നെയാണെന്ന് അർത്ഥം വന്നു. അങ്ങനെ അത് വിശാലമായിട്ട് പോയി. അപ്പം ഉം, മർമ്മത്തില് കാലം എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. ഉം, ഉം. അപ്പൊ ഈ കലയും കാലവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കല കലയെന്ന് പറയുന്നത് നമ്മൾ സംസ്കരിച്ചെടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഉം, സംവിധാനമാണ് കാലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരു കാര്യം, നമ്മൾ ഓടാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് എത്രയോ പ്രാവശ്യം വീണ് 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 പരിശീലിച്ച് പിന്നെ അതിൽ നിന്ന് നടക്കാനും പിച്ച വെച്ച് നടക്കാനും പിന്നീട് നടക്കാനും പിന്നെ ഓടാനും ഒക്കെ വരുമ്പോഴേക്ക് കുറച്ച് കാലം എടുക്കും. അപ്പൊ ആ ഉം, കാലം അതിനകത്ത് അധിഷ്ഠിതമാണ്. അപ്പൊ പക്ഷെ അതിൽ കൂടിയുള്ള പരിശീലനം കൊണ്ട് ആ കുഞ്ഞിന് പിന്നീട് നന്നായിട്ട് ഓടാനൊക്കും. പിന്നെ 1500 മീറ്റർ ഒക്കെ ഓടി വിജയിക്കുന്നതിനൊക്കെ ഉള്ള കഴിവ് ആ കുഞ്ഞിനുണ്ടാകും. അപ്പൊ അത് ഉം, പരിശീലനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. പരിശീലിക്കാതിരിക്കും തോറും ആ കഴിവ് വളർന്നു വരണമെന്നില്ല. ഉം, ഉം. സാധനയിലൂടെയാണ് ഇതാവുന്നത് അല്ലേ? സാധനയിൽ കൂടിയാണ് ഏത് അറിവും അത് ഉം, വ്യക്തമായി പുരോഗമിച്ചു വരുന്നത്. ഓക്കെ. അപ്പൊ ഈ മൈദണ്ഡകാലം എന്ന് പറയുന്നത് അഗസ്ത്യമുനിയുടെ ഒരു ഇതാണ് അല്ലേ? ഒരു മെയ് ശരീരം, രീതി. മെയ് കാലം, മെയ്ദണ്ഡകാലം. മെയ് തൊടാതെ, ഉം, ശരീരം തൊടാതെ ചെയ്യുന്ന മർമ്മം. ഉം, അതിന്റെ അർത്ഥം തന്നെ ശരീരം തൊടാതെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ അത് പ്രയോഗിക്കുന്നുണ്ട്. ഒരാളിനെ ഉം, ചൂണ്ടിയിടുന്നുണ്ട്, അയാളെ ഉം, നോക്കിയിടുന്നുണ്ട്, അയാളുടെ ഉം, മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, അയാളുടെ ഉം, വിവിധ ഭാവങ്ങൾ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. കോപം ഉം, ഉണ്ടാക്കണമെങ്കിൽ കോപം ഉണ്ടാക്കുന്നുണ്ട്, ഉം, സാത്വികമായ സ്വഭാവം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഉം. വാക്കുകൾ കൊണ്ട് അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ തൊടാതെ നമുക്ക് ചെയ്യാൻ കഴിയും. ആ ശരീരത്തിൽ തൊടാതെ തന്നെ, ടച്ച് ചെയ്യാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന മർമ്മങ്ങളെയാണ് മെയ്തിണ്ട കാലം എന്ന് പറയുന്നത്. കാലം എന്ന് പറയുന്ന മർമ്മവും മെയ്തിണ്ട എന്ന് പറയുന്നത് ശരീരത്തിൽ തൊടാതെ ചെയ്യുന്നത്. അപ്പൊ അന്നേരം എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു എനർജിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കിലൂടെ? അത് എനർജി ഉണ്ടാകുന്നത് നമ്മളെ ബ്രെയിനിനകത്ത് തന്നെയല്ലേ. നമ്മളെ ബ്രെയിനിൽ നിന്നാണ് എനർജിയുടെ തുടക്കം. ആ ബ്രെയിനിലുള്ള എനർജി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ബ്രെയിൻ വിവിധ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്കുണ്ടാകുന്ന എനർജി ആയിരിക്കും അങ്ങേക്കുണ്ടാകുന്നത്. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായ എനർജി ആയിരിക്കും.
അപ്പൊ ആ എനർജിയുടെ ഏറ്റക്കുറച്ചിലുകൾ അയാളുടെ പരിശീലനങ്ങളോട് ബന്ധപ്പെടും. ഉദാഹരണത്തിന് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്നതോ ഒരേ സമയത്ത് ചെയ്യാൻ കഴിയുന്നതൊന്നുമല്ല. അയാളുടെ കഴിവനുസരിച്ച് അയാൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ അയാളുടെ മനോനില അതിന്റെ ബാധകമാണ്, അയാളുടെ ഏകാഗ്രത അതിനകത്ത് ബാധകമാണ്, അയാളുടെ ബ്രെയിനിന്റെ കഴിവ് അതിനകത്ത് ബാധകമാണ്. അപ്പൊ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ട് സ്വാധീനമായിട്ടുണ്ടാകുന്ന കഴിവുണ്ട്. ആ കഴിവുകള് എങ്ങനെ പ്രയോഗിക്കുന്നു അതനുസരിച്ചാണ് വിഭിന്നമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. ചിലർക്ക് പെട്ടെന്ന് മെഡിറ്റേഷൻ കിട്ടും, ചിലർക്ക് വർഷങ്ങളോളം പ്രയോഗിച്ചാലും പരിശീലിച്ചാലും മെഡിറ്റേഷന്റെ അവസ്ഥ ഉണ്ടാകുന്നില്ല. ചില വ്യക്തികൾക്ക് നിസ്സാരമായി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ചിലപ്പം മർമ്മങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുഭവമുള്ളതാണ്. എന്റെ കുട്ടിക്ക് ഞാൻ ഒരു 3 വയസ്സുള്ളപ്പോ കുറെ മർമ്മങ്ങൾ പറഞ്ഞു, 108 മർമ്മങ്ങൾ അവൻ കാണാൻ പറയുമായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ. പക്ഷേ മുതിർന്ന വിദ്യാർത്ഥികൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. അവർക്ക് അത് മർമ്മത്തിന്റെ വിവിധ വശങ്ങളോ അതിന്റെ കാര്യങ്ങളോ കൂടുതൽ അറിഞ്ഞുകൂടായെങ്കിലും കുട്ടിക്കാലത്ത് 108 വർമ്മങ്ങളെ പറ്റി പേര് പറഞ്ഞു കൊടുത്തപ്പോൾ സുഖമായിട്ട് ആ 108 വർമ്മങ്ങളും ഒരു 2-3 ദിവസം കൊണ്ട് മനസ്സിലാക്കിയിട്ട് അത് എന്ത് കഴിഞ്ഞിട്ട് പറയാൻ തുടങ്ങി. അപ്പൊ ഓരോ വ്യക്തികൾക്കുമുള്ള കഴിവുകൾ അല്ലെങ്കിൽ തലച്ചോറിന്റെ ഓർമ്മകളും കഴിവുകളും ഒക്കെ വിഭിന്നമാണ്. അതനുസരിച്ച് ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. ഗുരുക്കളെ, ഇങ്ങനെയുള്ള ആൾക്കാര് ഇതിലേക്ക് കടന്നു വരുന്നത് ഒരു കാർമ്മികമായിട്ടുള്ള ഒരു ഇതുണ്ടോ, അതോ പൂർവ്വജന്മങ്ങളിലുള്ള ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടുണ്ടോ, അതോ ആർക്ക് വേണേലും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്ക് വേണമെങ്കിലും എപ്പോഴും പഠിക്കാമെന്നുള്ള അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പൂർവികമായ ഒരു ഉത്തേജനം അതിനകത്തുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്റെ അമ്മയാണ് എന്നെ ഈ രംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. കുട്ടിക്കാലം മുതൽ മറ്റു അന്തരാദികളും ഒക്കെ അമ്മ പറയുകയും ചൊല്ലുകയും അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതുകൂടാതെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു എന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുപോലെ മന്ത്രാദികളൊക്കെ വിഷവൈദ്യം നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് വിഷം ഉണ്ടായാൽ അത് മാറാനുള്ള മന്ത്രങ്ങൾ, അതിന്റെ പ്രയോഗങ്ങളൊക്കെ പറയുകയാണ്. അത് കൂട്ടത്തിൽ ഞാൻ മറക്കാതെ പെട്ടെന്ന് ആദ്യം തന്നെ പഠിച്ച ഒരു കാര്യം, മേലതേ മിഴിയതെങ്കിൽ മേലതേ ജീവനാകും, കീഴതേ മിഴിയതെങ്കിൽ കീഴതേ ജീവനാകും, നട്ടതേ മിഴിയതെങ്കിൽ വിട്ടതേ ജീവനാകും. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മിഴി ഉച്ചിയിലേക്കാണ് അയാളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കിടക്കുന്നതെങ്കിൽ അയാളുടെ ജീവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഉച്ചയിൽ തന്നെയാണ്. അതേ സമയത്ത് താഴെട്ടാണ് അയാളുടെ മിഴി കേന്ദ്രീകരിച്ചതെങ്കിൽ അയാളുടെ ഹൃദയത്തിലാണ് ജീവന്റെ അവസ്ഥ. നട്ടതേ ജീവനെങ്കിൽ നട്ടതേ മിഴിയതെങ്കിൽ വിട്ടതേ ജീവനാകും. നട്ടം തന്നെ ഇരിക്കുകയാണ്, ഒരു ചലനമില്ലാതെ മിഴി നേരെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ജീവനൊന്നും കാണാത്ത അയാൾ മരിച്ചുപോയി എന്ന് കണക്കാക്കണം. അപ്പൊ ഇതുപോലെയുള്ള വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതും എന്നാൽ വളരെ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായിട്ട് ഇത്തരം ചെറിയ ചെറിയ ശ്ലോകങ്ങൾ കൊണ്ട് കുട്ടിക്കാലത്ത് അമ്മേനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിപ്പം പൈതൃകമായി അല്ലെങ്കിൽ ആ തരത്തിൽ കിട്ടിയ ആയതുകൊണ്ടല്ലേ എനിക്ക് ആ വിഷയത്തിൽ താല്പര്യം തോന്നിയത്. എല്ലാവർക്കും ആ താല്പര്യം തോന്നാൻ ഇടയില്ലല്ലോ അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം. തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യത്തിന്റെ തന്നെ തുടക്കം. ഒരിക്കലെ നമുക്ക് നോക്കുമർമ്മത്തിന്റെ പൊരുളുകളോട് പറഞ്ഞിട്ട് ഇത് ചെയ്യാം. നോക്കുമർമ്മത്തിന്റെ പൊരുളുകൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു കാപട്യമുണ്ട്, ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ നോക്കുന്നുണ്ടല്ല സംഭവിക്കുന്നത്. നമ്മളെ മനസ്സിൽ ഹൈ ലെവലിൽ കോൺസെൻട്രേഷൻ മറ്റേ ആളിൽ ഉണ്ടാകുന്നുണ്ടാണ്. അപ്പൊ നമ്മൾ കണ്ണ് തുറന്നു വെച്ചാലും അടച്ചു വെച്ചാലും ഒക്കെ അത് സംഭവിക്കും. നമ്മുടെ മനസ്സ് എങ്ങനെ കേന്ദ്രീകരിച്ച് മറ്റൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന വിഷയം. അല്ലാതെ നമ്മളെ നോട്ടം അതിനകത്തൊന്നുമില്ല. പിന്നെ അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അങ്ങനെ ചില ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയും അയാൾക്ക് കേന്ദ്രീകരിച്ചുള്ള മറ്റേതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തെറ്റിമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാളുടെ ശ്രദ്ധയെ വികേന്ദ്രീകരിക്കാനുള്ള അടവാണ് അത് എന്ന് മനസ്സിലാക്കിയാൽ. ഓക്കെ. അപ്പോൾ ഗുരുക്കൾ തന്നെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു തോട്ട് വേവ്സ് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ തോട്ട് വേവ്സ് വന്നിട്ടാണ് അവരെ അവിടെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്തംഭനത്തിൽ. ശിവയോഗത്തിനകത്ത് സ്തംഭനം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക മന്ത്രമുണ്ട്. സ്തംഭനം, മോഹനം, ഉച്ചാടനം, ആകർഷണം,
എന്ന വികർഷണം, അങ്ങനെ പല 5 പ്രധാനപ്പെട്ട 5 അല്ല 8 മരണം വേദന ഒക്കെ ഉണ്ട്. അങ്ങനെ 8 അവസ്ഥ ശിവയോഗം എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തുണ്ട്. അത് മന്ത്രങ്ങളാണ് മുഴുവൻ. ആ മന്ത്രങ്ങൾ മനുഷ്യന്റെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന പോലെ നമ്മളെ ആരിൽ കേട്ടിരിക്കുന്നു അവരുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അത് ആ സ്വാധീനം അനുസരിച്ച് നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കാനൊക്കെ ഒക്കും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷെ അത് സ്വാത്വികമായ ഒരു അവസ്ഥയുണ്ട്, അതിനപ്പുറത്ത് ദുഷ്ടകരമായ ഒരു അവസ്ഥയുണ്ട്. സ്വാത്വികമായ ഒരു അവസ്ഥയെ മാത്രം പ്രയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ ഉള്ളുകളിൽ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഉപദ്രവിക്കുന്നവർക്ക് അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതെനിക്കറിയാം. ഗുരുക്കൾ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട്. ദീക്ഷ തരാൻ നേരത്ത് പറഞ്ഞിട്ടുമുണ്ട്. സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നക്ഷത്ര സൂക്ഷ്മമർമ്മവും അമൃതകലയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നക്ഷത്ര സൂക്ഷ്മ മർമ്മങ്ങൾ എന്ന് പറയുന്നത് നട്ടലിനകത്തുള്ള നമ്മൾ നട്ടലിന്റെ കശേരുക്കൾ എണ്ണി നോക്കിയാൽ 33 ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 27 കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ നട്ടലിന്റെ പൂർണ്ണാവസ്ഥയിലുള്ള കശേരുക്കളല്ല കോർസിക്സിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ 27 നക്ഷത്രങ്ങളാണുള്ളത്. ഓരോ നട്ടലിന്റെ ഓരോ കഴുത്ത് മുതൽ താഴോട്ടുള്ള ഓരോ ഡിസ്കുകൾ ഓരോ നക്ഷത്രങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ അശ്വതി ഭക്തി രോഹിണി എന്നും പറഞ്ഞങ്ങോട്ട് സങ്കല്പിച്ചിട്ട് കഴുത്തിന് താഴെയുള്ള ഓരോ ഡിസ്കുകൾ ഓരോ നക്ഷത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇന്ന നക്ഷത്രത്തിനാണ് അത് സംഭവിച്ചിരിക്കുന്നത്, ഇന്ന ഡിസ്കിനെന്ന് പറയുന്നതിനേക്കാൾ ഇന്ന നക്ഷത്രത്തിനാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഏതായാലും അത് ആ നക്ഷത്രവുമായിട്ട് അല്പം ബന്ധമുള്ളതായിരിക്കും എന്നുള്ളതാണ് നമ്മളെ നിരീക്ഷണത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ നിരീക്ഷണം കൊണ്ട് നമുക്ക് ആ നക്ഷത്രങ്ങളും മർമ്മങ്ങളും തമ്മിൽ ആഭ്യന്തരമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മങ്ങളാണ്, വളരെ അകലെയാണ്, ആകാശത്താണ്, സൂര്യനെ ചന്ദ്രനെ പോലെ പ്രഭാവം ഉള്ളതല്ല. ആ നക്ഷത്രങ്ങള് ആയിരക്കണക്കിനുണ്ട്. അതുപോലെ തന്നെ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിലെ ഓരോ നക്ഷത്രവും അല്ലെങ്കിൽ ഓരോ സെല്ലുകളും യഥാർത്ഥത്തിൽ ജീവൻ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു കൂട്ടായ്മയാണ് ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം എന്ന് കാണുന്നതിനേക്കാൾ നല്ലത് പ്രപഞ്ചം ഒരു ശരീരമായി കണ്ടുകൊണ്ട് ശരീരം തന്നെയാണ് പ്രപഞ്ചം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തിവിശേഷങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പൊ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ചിന്താഗതി മനസ്സിൽ ഉണർന്നു വരണം. എങ്കിൽ മാത്രമേ പ്രപഞ്ചമാണ് നമ്മുടെ ശരീരമെന്നും ആ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ശക്തിവിശേഷങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്നും അതിനകത്ത് രാത്രിയും പകലും അതുപോലെ ഓരോ നിമിഷവും എല്ലാം വളരെ വിലപ്പെട്ടതാണെന്നും ഒക്കെയുള്ള ബോധം വളരണമെങ്കിൽ പ്രപഞ്ചമായിട്ട് താരതമ്യം ചെയ്ത് നമ്മുടെ ശരീരത്തെ പറ്റി പഠിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് നമ്മൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമായി മനസ്സിലാക്കി പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യവും നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാവുകയും അപ്പൊ പ്രപഞ്ചത്തിന് ഉദാഹരണത്തിന് ചൂടും വെളിച്ചവും മഴയും ഇടിയും മിന്നലും ഒക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു, നമ്മുടെ ചിന്താഗതിയെ ബാധിക്കുന്നു. അപ്പൊ പ്രപഞ്ചം തന്നെയാണ് ശരീരം, അതുകൊണ്ട് തന്നെയാണ് അതിനെ ബാധിക്കുന്നത്. അതൊക്കെ ബോധ്യപ്പെട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കുറെ കൂടുതൽ അറിവ് പ്രാപഞ്ചികമായിട്ട് ഉണ്ടാകുന്നു. അമൃതകല ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു കലയാണ്. കലയെന്ന് പറയുമ്പോൾ ഒരു നാടിന്റെ ശക്തിവിശേഷമാണ്. ധാരാളം നാടികളുണ്ട്. 72,000-ഓളം നാടികളുണ്ടെന്നാണ് അഗസ്ത്യൻ എഴുതി വെച്ചിരിക്കുന്നത്. ശരീരത്തിന് 72,000-ഓളം നാടികളുണ്ട്. പ്രധാന 10 നാടികളുണ്ട്, ദശനാടികൾ. ആ ദശനാടികൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഫങ്ഷനുണ്ട്, അതിൻ്റെതായുള്ള ഓർഗൻ ഉണ്ട്. അതെല്ലാം ബ്രെയിനാണ് കൈകാര്യം ചെയ്യുന്നത്. ബുദ്ധികേന്ദ്രമായിട്ട് ആണ് എല്ലാ നാടികളുടെ പ്രവർത്തനം നടക്കുന്നത്. ആ നാഡീ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും വൈകല്യം വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിന്റെ ക്രമം തെറ്റുകയും രോഗങ്ങൾ ഉണ്ടാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ ദൈർഘ്യം കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പം യഥാർത്ഥത്തിൽ നാഡീ വ്യവസ്ഥ
ആ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗുരുക്കളെ, ഇത് കാണുന്നവർക്കും പുതിയ തലമുറയ്ക്കും എന്തെങ്കിലും പറയാനുണ്ടോ ബിഫോർ വി ക്ലോസ്? ഇത് കാണുന്നവരോടെല്ലാം അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. ആ, ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുകയും അത് വിശാലമായ പഠനം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അറിവ് നേടാൻ കഴിയും. ഏത് അറിവും മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ശാരീരികമായിട്ടുള്ള അറിവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ശാരീരിക മാനസികമായിട്ടുള്ള അറിവുകൾ. അപ്പൊ അത് ആ വിഷയങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങള് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും ചെയ്യുക. എപ്പോഴും നമ്മുടെ വിവേചന ബുദ്ധി, ഏതറിവ് കിട്ടുമ്പോഴും നമ്മുടെ വിവേചന ബുദ്ധി അതിനുപരിയായിട്ട് പ്രവർത്തിക്കുകയും അതിലെ നന്മതിന്മകൾ തിരിച്ചറിയുകയും അതനുസരിച്ച് ഉൾക്കൊള്ളുകയും ത്യജിക്കുകയും ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യുക വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പഠിപ്പിക്കുന്ന കാര്യത്തിൽ നന്മയും തിന്മയും എല്ലാം വരും, പക്ഷെ അത് ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ കൂടുതൽ കൂടുതൽ ഇപ്പൊ മർമ്മശാസ്ത്രം തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ മർമ്മശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ വായിക്കുകയും കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാം. അതിന് വേറെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരം തന്നെ പരീക്ഷണശാലയാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ 108 കർമ്മങ്ങളുണ്ട്. 108 കർമ്മങ്ങൾ എന്ന് നമ്മൾ പറയുന്നെങ്കിലും 1008 അത് അധികമോ ആകാശത്തെ നക്ഷത്രങ്ങൾ കാണുന്ന പോലെ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെയാണ് ശരീരത്തിന്റെ മർമ്മങ്ങൾ. ഓരോ സെല്ലുകളും മർമ്മമായിട്ട് കണ്ടാൽ അത് മർമ്മം തന്നെയാണ്. അതിന്റെ പ്രവൃത്തിയും മർമ്മത്തിന്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ജീവന്റെ തന്നെ ഓരോ കണികളാണ് ഓരോ മർമ്മം. ഗുരുക്കളെ, ഞാൻ ആദ്യം ദീക്ഷ എടുക്കുന്നത് 2017-ലാണ് ആദ്യം. പിന്നെ ഈ ശിവരാത്രിക്ക് ഞാൻ ഗുരുക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ശിവരാത്രി, കഴിഞ്ഞ വർഷം. അപ്പൊ ഗുരുക്കൾ എൻ്റെ അടുത്ത് അനുഗ്രഹിച്ച് കുറെ പുതിയ ദീക്ഷകളും അതൊക്കെ തന്നു. എന്നിട്ട് ഗുരുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുള്ള റിസർച്ചിലുള്ള എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അതുകൂടാതെ ഇപ്പൊ ഗുരുക്കള് എൻ്റെ ചാനലിൽ വന്ന് എനിക്ക് വേണ്ടി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഐ എം സോ ഹാപ്പി. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഗുരുക്കളെ. വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കൂടെ 1-2 വാക്കുകളും കൂടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുക. അതായത് ഒരു ഗുരുവിന്റെ ഏറ്റവും മഹത്തായ നിമിഷം എന്ന് പറയുന്നത് ഒരു ശിഷ്യൻ ആര് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഒരു അർഹതയുള്ള ഒരു ശിഷ്യനെ കിട്ടുന്നത് പോലെയുള്ള ഒരു ഗുണകരമായ അവസ്ഥ ഒരു ഗുരുവിന് എപ്പോഴും ഉണ്ടാകുന്നതല്ല. 1000 ശിഷ്യന്മാരെ പഠിപ്പിച്ചാൽ ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന ശിഷ്യന്മാര് അതിൽ ഉത്തമ ശിഷ്യന്മാരായിട്ട് മാറുന്നത് അവർ അറിവ് എങ്ങനെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ശിഷ്യന്മാര് ധാരാളം ഉണ്ടാകും. എനിക്കിപ്പോ ആലോചിച്ച് നോക്കിയാൽ ലോകം മുഴുക്ക ശിഷ്യന്മാരുണ്ട്. അത് 10,000-കണക്കിന് ശിഷ്യന്മാര് ലോകത്തിലുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടായ ശിഷ്യന്മാരെന്ന് പറയുന്നത് അത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി പ്രയോജനകരമായി കൈകാര്യം ചെയ്ത ശിഷ്യന്മാരെന്ന് പറയുന്നത് 10-ൽ താഴെയാണ്. അപ്പൊ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ ശിഷ്യന്മാരെല്ലാം ശിഷ്യന്മാരാണെന്ന് പറയുമെങ്കിലും യഥാർത്ഥ ശിഷ്യന്മാര് അങ്ങനെയുള്ള ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി കൈകാര്യം ചെയ്യാൻ അവരിൽ സമയം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ഒരു ശിഷ്യന്റെ കടമ. അങ്ങേയറ്റം ഞാൻ സന്തോഷിക്കുന്നു. എന്നെ തിരിച്ചറിയാനും മറ്റുള്ളവരെ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെ ഉള്ള ഈ ശ്രമം വിജയകരമായി നടത്തിയത് നന്ദി. How do you feel? Cannot touch.
Okay, try. Now I releasing. Now I am releasing you. You can attack again. This is the Abhyasa related to Atma force. Highly spiritual energy is using as key. Okay. Then just you cannot lift or move your leg because it is the attacking part of your body. That is I made stambana on your leg. You cannot move it for the time being. When I am releasing you, then you can easily move.